അവിടെ കൊണ്ടുവന്ന് ഒട്ടും താമസിയാതെ എൻ്റെ ഡെലിവറി നടക്കുന്നു. അങ്ങനെ ഡെലിവറി നടന്ന് കുഞ്ഞിനെ വെളിയിൽ എടുത്തു കഴിഞ്ഞ് അവർ പിന്നെ പൊക്കിൾക്കൊടിയൊക്കെ മുറിച്ച് പോകുന്നു. പറഞ്ഞതുപോലെ 3-ാം ദിവസം എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോകുന്നതിന് മുമ്പ് ഒരു സംഭവം ഉണ്ടായി. എൻ്റെ കുഞ്ഞിൻ്റെ പൊക്കിൾക്കൊടി വീണു പോകുന്നു. അപ്പോൾ സാധാരണ കുഞ്ഞിൻ്റെ പൊക്കിൾക്കൊടി ഒരു 9-10 ദിവസമൊക്കെ ആയിട്ടേ വീഴാറുള്ളൂ നോർമൽ കേസിൽ. അപ്പോൾ എൻ്റെ അമ്മ എന്ന് വെച്ചാൽ എൻ്റെ അമ്മായി ചോദിക്കുന്നു, എന്നെ കൊണ്ടുപോകാനായിട്ട് വന്ന കൂട്ടത്തിൽ ചോദിച്ചു, എന്താ കുഞ്ഞിൻ്റെ പൊക്കിൾക്കൊടി ഇത്ര വേഗം വീണുപോയത്? അപ്പോൾ ആ ഡോക്ടർ അവിടെ ഉണ്ടായിരുന്ന ഡോക്ടേഴ്സ് പറഞ്ഞു, അതൊന്നും സാരമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു. വീട്ടിൽ പോയ അന്ന് തന്നെ ഡോക്ടർ ലീലാമണി അംബ്രോസ്, അദ്ദേഹത്തെ അവരെ ഓർമ്മിക്കുന്ന ഒരുപാട് പേര് എൻ്റെ ഇത് കേൾക്കുന്നവരിൽ ഉണ്ടാകാം. അതായത് മെഡിക്കൽ കോളേജിൽ സൂപ്രണ്ടായിട്ട് റിട്ടയർ ചെയ്ത് ഇപ്പോൾ അവർ നല്ല വാർദ്ധക്യത്തിലെത്തി. ആ ഡോക്ടർ പിന്നെ ഞങ്ങളുടെ ഒരു വളരെ ഫാമിലി സുഹൃത്തായിരുന്നു. അപ്പോൾ ആ ഡോക്ടർ അന്ന് തന്നെ എന്നെയും കുഞ്ഞിനെയും കാണാനായിട്ട് എൻ്റെ വീട്ടിൽ വന്നപ്പോൾ അതായത് കുഞ്ഞിൻ്റെ പൊക്കിൾക്കൊടി പോയിരിക്കുന്നത് അവർ ശ്രദ്ധിച്ചു. 3-ാം ദിവസമാണെന്ന് അവർക്കറിയാം. പൊക്കിൾക്കൊടി പോയിരിക്കുന്നത് ശ്രദ്ധിച്ചു. അത് മാത്രവുമല്ല, കുഞ്ഞിട്ടിരുന്ന സുതാര്യമായ വെള്ള ഉടുപ്പിൻ്റെ മുകളിൽ പൊക്കിളിൽ ഒരു തുള്ളി രക്തക്കറ കണ്ടു.